ഗായ്സ് നമ്മൾ ഇന്ന് എവിടേക്ക് പോവാണ്? ചിന്നുവിന്റെ കല്യാണത്തിന്. അതെ, അപ്പം ഇന്ന് ചിന്നുവിൻ്റെ കല്യാണമാണ്. നമ്മൾ ഒരുപാട് ദിവസത്തെ അരിക്കുത്തും അറബിക് നൈറ്റ് അങ്ങനെ ഓരോ പരിപാടികൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കല്യാണ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഞങ്ങൾ മൂന്നാളും ഏകദേശം ഒരുപോലെ എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മുഫീഖാൻ്റെയും ബാബിൻ്റെയും കൂടെയാണ് നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് പോകുന്നത്. ഇക്കാക്കയും എമ്മയും ഒക്കെ നേരത്തെ പോയിട്ടുണ്ട്. കാരണം നമ്മളെ നേരം വൈകിയ കാരണം അവർ നേരത്തെ പോയി. രാവിലെ വന്നിട്ട് നേരത്തെ വന്ന് ഫോട്ടോ എടുക്കുക, പിച്ചൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. ഇക്കാക്കൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 12 മണിക്കാണ് അവിടെ എത്തിയത്. അപ്പോൾ ഇതാണ് ചിന്നുവിൻ്റെ മൂന്നാളിയന്മാർ. സെയിം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് കിച്ചണിലേക്കാണ്. അവിടെ ഫുഡൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ വെറുതെ ഇപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ ഇപ്പൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ പോയതാണ്. പിന്നെ ഇപ്പാനെ വിളിച്ചുകൊണ്ടിരാൻ ഫോട്ടോ എടുക്കാൻ. ഇപ്പം അതിനെ വേഗം ഡ്രസ്സ് മറ്റിച്ച് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനെ ഒരു കല്യാണത്തിന് വന്ന് ഫോട്ടോ എടുക്കലില്ല, കാരണം അവിടെ കിച്ചണിലല്ലേ. അപ്പോൾ ഇതിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രൈഡ്. നല്ല സെറ്റായിട്ടില്ലേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ചിന്നുവിൻ്റെ ഒരു താത്താൻ്റെ മോളാണ്. ഇവർ തമ്മിൽ നല്ല ബോണ്ടായിരുന്നു. അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്തതിന് പിന്നെ ഭയങ്കര സീനായി, സെൻഡിയായി, ആകെ കരച്ചിലായി പിരിച്ചിലായി. പക്ഷെ നമുക്ക് ദൂരെ നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിലേ ഇവരൊക്കെ കരയണാകുമ്പോൾ ഒരു ചെറിയ സങ്കടം. നമുക്ക് എല്ലാവർക്കും സങ്കടം വന്നിരുന്നു കേട്ടോ, കണ്ട ഓരോരുത്തരുടെ മുഖം നോക്ക്. പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ചിന്നുവിനായിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇഷമോളും ഞാൻ ഒരേ കോസ്റ്റ്യൂമായിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേന് അടുത്ത മഴക്കുള്ള ഒരു സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അസിന് പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളിന്ന് അസിനുവിനെ കണ്ടിട്ടില്ലല്ലോ. അവൻ ഉറങ്ങിയിരുന്നു, രാവിലെ തന്നെ ഉറങ്ങിയിരുന്നു. പിന്നെ അവൻ ഉമ്മാൻ്റെ കൂടെ നേരത്തെ ഓടിച്ചോടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. അവർക്ക് പിന്നെ ഞാൻ വേണമെന്നൊന്നുമില്ല, അവരെ കൂടെ അങ്ങോട്ട് പോയിക്കോളും. കണ്ടമ്മാവൻ്റെ കൂടെ കയറിയാൽ പിന്നെ എന്നെ തിരിഞ്ഞൊക്കെ പോലില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മമ്മൂക്കും അജിനുവിനും ഒരേ കോസ്റ്റ്യൂമാണ്. കണ്ടില്ലേ, ഇതാണ് അവരുടെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? അജിനുവിന് പിന്നെ ഇഷേനെയും മമ്മൂനെയും കണ്ടാൽ പിന്നെ വേറെ ആരും വേണം. അവർ രണ്ടാളും മതി. മോന് ഫുള്ളുമാണ്. അങ്ങനെ കുട്ടികൾ ഫുള്ളും ഓണായിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു. അസിന് പിന്നെ അത് നോക്കി നിൽക്കായിരുന്നു. അവർക്ക് പിന്നെ പാട്ടൊക്കെ കേൾക്കണത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവിടെ നോക്കി നിന്നോളൂ. എപ്പോഴും ശ്രദ്ധിക്കണ സ്റ്റേജുമൊക്കെ. ആ സ്റ്റേജും അവിടെ ഡാൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ നല്ല അടിപൊളിയായി ഡാൻസ് കളിച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. അങ്ങനെ ഉള്ള ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു.
അവരുടെ ഡാൻസ് പിന്നെ അധികം നേരമൊന്നും ഉണ്ടായിരുന്നില്ല. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഫ്രണ്ടിലേക്ക് എത്തി. കുട്ടികളൊക്കെ ഇതേ സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിലും ഓരോ റോസ് പൂവൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ 3 അളിയന്മാരെ കണ്ടില്ലേ, അവരുടെ 3 താത്തമാരാണിത്, ചിന്നുവിൻ്റെ 3 താത്തമാർ. പിന്നെ ആ ബാക്കിലുള്ളതാണ് ചിന്നുവിൻ്റെ അപ്പ. അപ്പോൾ ഇതാണ് ചിന്നുവിൻ്റെ ചെക്കൻ വന്ന കാരണം എല്ലാവരും ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ കൂടി അവനെ വെൽക്കം ചെയ്യായിരുന്നു പൂവൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചിന്നുവിൻ്റെ എൻട്രി കാണാം. അവൾ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നത് ഓളൊപ്പയമ്മയാണ്. പിന്നെ ബാക്കിൽ 3 താത്താരും പിന്നെ ഫ്രണ്ട്സ്, നമ്മളെ കസിൻസ്, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. जैसे खोया कहना चाहूँगी तो तुमसे क्या कहूँ, किसी ज़बान में वो लफ्ज़ ही नहीं कि जो तुम हो क्या तुम्हें बता सकूँ। मैं अगर कहूँ ये दिलकशी है मेरी कहीं न होगी कभी, सच है कुछ भी नहीं, तुमको पाया है तो जैसे खोया। सच है कुछ भी नहीं, तारीफ ये भी सच है कुछ भी नहीं। तुमको पाया है तो जैसे खोया, कहना चाहूँगी तो तुमसे क्या कहूँ। तुमको पाया है तो जैसे खोया, कहना चाहूँगी तो तुमसे क्या कहूँ, किसी ज़बान में वो लफ्ज़ ही नहीं कि जो तुम हो क्या तुम्हें बता सकूँ। अगर कहो तुमसे आसी कायनात में नहीं है कहीं, तारीफ ये भी तो सच है कुछ भी नहीं, तुमको पाया है तो जैसे खोया। शोखियों में डूबियां लगाए चेहरे से जैसे बादल बाहों में भरी है जैसे चांदनी, रूप की छाये दिलकशी है मेरी कहीं न होगी कभी, तारीफ ये भी सच है कुछ भी नहीं, तुमको पाया है तो जैसे खोया। दास्तां
ഓരോ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനും നമ്മൾ അവളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ബസ്സിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് തന്നെ ഏകദേശം ഒരു 5:30 ആകുമ്പോഴാണ് പോണത് തന്നെ. അവൾക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ. നിയമങ്ങളൊക്കെ സൈഡായിക്കണ്, ഉറങ്ങാണ്. പിന്നെ ഫിദും ബാബിയും കൂടിയിട്ട് ഫുൾ ഓണായിട്ട് ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ അതിന് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എവിടെയും നിൽക്കാനിരിക്കാനും പറ്റുന്നില്ല. ഇരുന്നാലും കരയും നിന്നാലും കരയും അങ്ങനെ ഇരുന്ന്. എല്ലാവരും കൂടിയപ്പോൾ എനിക്കാകെ പ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നുണ്ട്. വളാഞ്ചേരിയാണ് ചിന്നുൻ്റെ ചെക്കൻ്റെ വീട്. അപ്പോൾ അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ നമ്മളൊരു 6:15 6:30 ആകുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവളെ ഇതുപോലെ വെൽക്കം ചെയ്യാൻ കുറേ കുട്ടികൾ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരം വൈകിക്കൊണ്ട് നേരെ പോയിട്ട് ചായ കുടിക്കാനാണ് പോയത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അവളെ മേലെ എൻട്രി ഒക്കെ. ഇത്ര ദൂരമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിന് എത്തായിരുന്നു. അപ്പം ഇനി നമുക്കുള്ള എൻട്രിയാണ്. അപ്പോൾ പിന്നെ അവളുടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ അവിടെ നടന്നോട്ടെ. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമല്ലോ. അവളുടെ അടുത്ത് പോകാമെന്ന് പറയാൻ പോയപ്പോൾ തന്നെ അവൾ ഭയങ്കര കരച്ചിൽ. നമുക്കും ഭയങ്കര സങ്കടം വന്നിട്ട്. നമ്മൾ കുറേ കാലങ്ങൾ നമ്മളിങ്ങനെ ഒരുമിച്ച് ഇപ്പുറത്തെ അല്ലേ വീട്ടിൽ. അങ്ങനെ നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു സങ്കടമല്ലേ. അത് സങ്കടം ഉണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും തല്ലോടുമായിരുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ പോകാമെന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങറ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളിനി വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വിരുന്നേരല്ലേ. നമ്മൾ സ്വന്തം വീട് എന്നുള്ളൊരു പേരങ്ങോട്ട് മാറിയില്ല കല്യാണം കഴിഞ്ഞാൽ. നമ്മൾ വരുമ്പോൾ തന്നെ അതിന് ബസ്സിൽ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് ബസ്സിൽ പോയില്ല. തിരിച്ച് പോകുമ്പോഴും അതേപോലെ കരയൂല, കുറേ നേരം എടുക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ തിരിച്ച് പോകുമ്പോൾ നമ്മൾ കാറിലാണ് പോയത് മുഫീഖാൻ്റെ കൂടെ. മുഫീഖും ബാബിയും ഉക്കാക്കി ജംഷാക്കി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആണ് പോണത്. ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കാൻ കണ്ട ബാബി ഓടി വരുന്ന ഫോട്ടോയിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിനി ഇവിടുന്ന് പോവാണ്. നമ്മളവിടുന്ന് പോകുമ്പോൾ തന്നെ 7 മണിയാവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക പറഞ്ഞ് നമുക്ക് പോകുമ്പോൾ എടപ്പാൾ നെസ്റ്റോളൊക്കെ കയറിയിട്ട് പോവാം, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ നെസ്റ്റോലൊക്കെ കയറിയപ്പോൾ എല്ലാവരും ഞങ്ങളെ കണ്ടിട്ട് നോക്കുക. അത് ഞങ്ങൾ ഇങ്ങനെ മാറ്റിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് പിന്നെ അതൊക്കെ ഊരിയിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. എല്ലാവരും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബിക്കും ഉക്കാക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ കയറിയത്. അവിടെ കയറിയപ്പോൾ പിന്നെ അതിന് ഫുൾ ഓണായി. അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഓന് ഇതാ ബോക്സ് കണ്ടിട്ട് അതിൻ്റെ മുകളിലിരുന്ന് തിരിപ്പിടിക്കായിരുന്നു. അതിൻ്റെ റിമോട്ട് തിരഞ്ഞു നോക്കുക. ഇവിടെ മാമൻ്റെ ബോക്സ് തന്നെ ഓന് കേടെടുത്തിട്ടാണ് ഇരിക്കുന്നത്. അത് തട്ടിടുകയും ഗെയിമിങ്ങിൻ്റെ ഏരിയയിൽ വന്നാൽ പിന്നെ അജിനുവിനെ പിടിച്ചാൽ കിട്ടൂല. ഞാൻ അക്കാക്കാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ നിൽക്കണ്ട, അവിടെ നിന്ന് വേഗം പോവാന്ന്. അയക്കറിയാം അജിനുവിൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ. ഓൻ തന്നെ ഒറ്റയ്ക്ക് കയറിയിരുന്നതാ. എന്നാൽ നേരെ നിൽക്കാൻ വയ്ക്കോ ഇല്ല. എന്നാലും അക്രമത്തിന് ഒരു കുറവും ഇല്ല. ഇതെന്താ എത്തി നോക്കണമെന്ന് അറിയോ? കണ്ട ഐസ്ക്രീമിൻ്റെ പാത്രം. ഐസ്ക്രീം കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോരുന്നില്ല. പിന്നെ അവിടെ തന്നെ കയറി നോക്കുക. അങ്ങനെ ഞങ്ങളായിരുന്നു ഒരു ഐസ്ക്രീം കൊടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇങ്ങനെ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ അവനക്ക് എടുക്കണമെന്ന് ഇഷ്ടമില്ല, അവനക്ക് ഇങ്ങനെ നടക്കണം. അങ്ങനെ പിന്നെ ഇപ്പോൾ വിളിച്ച് നിങ്ങളെവിടെയാണ്, നിങ്ങൾ മാത്രം എത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാത്രി 9 മണിയായി. അങ്ങനെയാണ് നമ്മൾ വീട്ടിലെത്തുന്നത്. അപ്പോൾ ചിന്നുവിൻ്റെ കല്യാണത്തിന് പോയ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഓക്കെ.